ഇന്ന് അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ കുറുമയുടെ റെസിപ്പിയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം, ഇടിയപ്പം, ബ്രെഡ് എന്നിവയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ കറിയാണിത്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ രീതിക്ക് ഉണ്ടാക്കി നോക്കുക, തീർച്ചയായും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാട്ടോ. ഞാൻ ലിഷ, വെൽക്കം ടു മൈ ചാനൽ thecoffeemug. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം, ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. ചിക്കൻ കുറുമ ഉണ്ടാക്കുന്നതിന് ആദ്യം നമുക്ക് മസാല റെഡിയാക്കണം. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 3 മീഡിയം സൈസ് സവോള കനം കുറച്ചെരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 2 പച്ചമുളക് അരിഞ്ഞത്, 1 ടീസ്പൂൺ ഉപ്പ്, ഇവയെല്ലാം ചേർത്ത് വഴറ്റിയെടുക്കാം. സവോളയും മറ്റും നന്നായി വെന്ത് ചെറുതായിട്ടൊന്ന് കളർ മാറുന്നവരെ തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ട് വഴറ്റിയെടുക്കണം. ഞാനിതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. ഈ ചിക്കൻ കുറുമയ്ക്ക് എരിവിനായി മെയിനായിട്ട് വേണ്ടത് പച്ചമുളകാണ്. അതുകൊണ്ട് നിങ്ങളിതിലേക്ക് പച്ചമുളക് എടുക്കുമ്പോൾ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് മുളക് എടുക്കുക. ഞാൻ എടുത്തിരിക്കുന്ന മുളകിന് നല്ല എരിവുണ്ട്, അതുകൊണ്ടാണ് 2 എണ്ണം എടുത്തിരിക്കുന്നത്. എരിവ് കുറഞ്ഞതാണെങ്കിൽ 4-5 എണ്ണം വരെയൊക്കെ എടുക്കാം കേട്ടോ. ഇപ്പോൾ സവാളയൊക്കെ വെന്ത് ചെറുതായിട്ട് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇവയെല്ലാം പൊടികളുടെ പച്ചമണം മാറുന്നവരെ തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ട് മൂപ്പിച്ചെടുക്കണം. പച്ചമുളകിന് നല്ല എരിവുള്ളത് കൊണ്ടാണ് ഞാനിവിടെ കുരുമുളക് പൊടി കുറച്ച് ചേർത്തിരിക്കുന്നത്. നിങ്ങൾ കുരുമുളക് പൊടി ചേർക്കുമ്പോൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെയൊക്കെ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പരുവത്തിൽ അരഞ്ഞു കിട്ടണം. വീണ്ടും അതേ പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിന് തൊട്ട് താഴെ വെച്ചിട്ട് 4 ചെറിയ കറുവപ്പട്ട, 5 ഗ്രാമ്പൂ, 4 ഏലക്ക ഇവ ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കറിവേപ്പിലയും ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമ്മൾ മിക്സിയിൽ അരച്ചെടുത്ത മസാല പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഞാൻ മസാല മിക്സിലേക്ക് 4 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്താണ് അരച്ചെടുത്തത്. മിക്സി ജാറിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കഴുകി ഒഴിക്കുകയാണ്. ഇനി ഇവ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് ഒരു 2 മിനിറ്റോളം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് വഴറ്റിയെടുക്കാം. നന്നായി വഴന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ പീസുകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. മീഡിയം സൈസിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. വൃത്തിയാക്കിയതിന് ശേഷമുള്ള തൂക്കമാണ് 1 കിലോ. ഇനി ഇവ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി തീ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിലേക്ക് തേങ്ങയുടെ 2ാം പാല് ചേർത്ത് കൊടുക്കണം. ഇതൊരു 2 കപ്പുണ്ട് കേട്ടോ. 1ാം പാൽ എടുത്തതിന് ശേഷമുള്ള തേങ്ങയിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് മിക്സിയിൽ നന്നായി അടിച്ച് പിഴിഞ്ഞെടുത്തതാണ്. തേങ്ങാപ്പാൽ പിഴിയുന്നതിൻ്റെ അളവ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി യോജിപ്പിച്ചെടുക്കാം. ഞാനിതിനു മുൻപ് കുറേ നല്ല ചിക്കൻ റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. അവയുടെ ലിങ്ക് എൻഡ് സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അതും കൂടി ഒന്ന് കാണുകയും ഉണ്ടാക്കി നോക്കുകയും ചെയ്യണേ. വളരെ നല്ല കുറേ റെസിപ്പീസാണത്. ഇനി ഇവ ഒന്ന് തിളച്ച് വരുന്നത് വരെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. കുറച്ച് സമയം എടുക്കും കേട്ടോ തിളച്ച് വരാൻ.
ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി മൂടി വെച്ച് ചിക്കൻ വേവിച്ചെടുക്കണം. ഈ സമയത്ത് തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. ഏകദേശം 15 മുതൽ 20 മിനിറ്റ് വരെ സമയമെടുക്കും ചിക്കൻ വെന്ത് കിട്ടാൻ. ഇടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ഇപ്പോൾ ഒരു 18 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കൻ നന്നായി വെന്തിട്ടുണ്ടാകും. വെള്ളവും വറ്റി വന്നിട്ടുണ്ട്. നന്നായി ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമുക്ക് കിട്ടുന്ന ചിക്കൻ്റെ മൂപ്പ് അനുസരിച്ച് വേവിൽ വ്യത്യാസം വരും കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇടയ്ക്കിളക്കി കൊടുക്കുമ്പോൾ വെന്തിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതിയാകും. ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കാം കേട്ടോ. ഉപ്പിനിയും ആവശ്യമായിട്ടുണ്ട്. ചിക്കൻ വെന്തിട്ടുണ്ടോ എന്നും കൂടി ഒന്ന് നോക്കാം. ചിക്കൻ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കശുവണ്ടി അരച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ ഒരു 15 കശുവണ്ടി നല്ല ചൂടുള്ള വെള്ളത്തിൽ 15 മിനിറ്റ് കുതിർക്കാൻ വെച്ചിരുന്നു. 15 മിനിറ്റിന് ശേഷം കശുവണ്ടിയും കുതിരാൻ വെച്ചിരുന്ന വെള്ളത്തിൽ നിന്ന് 4 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് തരികളൊന്നുമില്ലാതെ നല്ലതുപോലെ അരച്ചെടുത്തു. ഈ പേസ്റ്റ് ചിക്കനിലേക്ക് ചേർക്കുമ്പോൾ ഗ്രേവി കുറുകി വരികയും നല്ല ടേസ്റ്റും കിട്ടും. ഇനി കുറച്ചുകൂടി വെള്ളം വറ്റി ഗ്രേവി കുറുകി വരണം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കിടക്കി കൊടുത്തുകൊണ്ട് വറ്റിച്ചെടുക്കാം. കുറച്ചുകൂടി വെള്ളം വറ്റി വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്ത് യോജിപ്പിച്ചെടുക്കാം. നല്ലൊരു ഗരം മസാലയുടെ കൂട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഐക്കാർഡിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അതും കൂടി ഒന്ന് കാണണേ. ഇനിയും കുറച്ചുകൂടി വെള്ളം വറ്റി വരാനുണ്ട്. ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഗ്രേവി ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്കിതിലേക്ക് 1/4 പാല് ചേർത്ത് കൊടുക്കണം. 1/4 കപ്പ് 1/4 പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 പാലിനായി ഞാൻ അളവ് കപ്പിന് 2.5 കപ്പ് തേങ്ങയിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൈകൊണ്ട് നന്നായി തിരുമിയിട്ട് പിഴിഞ്ഞെടുത്തതാണ്. ഒരു മീഡിയം സൈസ് തേങ്ങയിൽ നിന്ന് 2.5 കപ്പ് തേങ്ങ ചിരകിയത് കിട്ടും കേട്ടോ. ഇനി ഇവ തിളച്ചു പോകാതെ തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ട് 1.5 മിനിറ്റോളം ചൂടാക്കിയെടുക്കണം. കറി തിളയ്ക്കുന്നതിന് തൊട്ട് മുൻപ് തീ ഓഫ് ചെയ്യണം. 1/4 പാൽ ചേർത്തുകൊണ്ട് തന്നെ തിളച്ചാൽ കറി പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇത്രയും കുറുകൽ മതി. ഇരിക്കുമ്പോൾ കുറച്ചുകൂടി കുറുകി വരും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ക്യാഷ്യൂസും സവോളയും കറിവേപ്പിലയും വറുത്ത് ചേർക്കണം. അതിനൊരു ചെറിയ പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് ചൂടാക്കിയെടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത 6 ക്യാഷ്യൂസ് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. ക്യാഷ്യൂസ് റോസ്റ്റായി വന്നിട്ടുണ്ട്. കോരിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സവോള നൈസായി അരിഞ്ഞതും 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് ഇളക്കി കൊടുത്തുകൊണ്ട് വഴറ്റിയെടുക്കണം. സവോള വഴന്ന് ഗോൾഡൻ കളർ ആകുമ്പോൾ തീയിൽ നിന്ന് മാറ്റി ചിക്കൻ കുറുമയിലേക്ക് നെയ്യോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാഷ്യൂസും ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊരു 10 മിനിറ്റോളം മൂടി വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ കുറച്ചുകൂടി കുറുകി വന്നിട്ടുണ്ട്. ചൂട് നന്നായി ആറി വരുമ്പോഴേക്കും കുറച്ചുകൂടി കുറുകി വരും. ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കുറുമയാണിത്. നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്ന് എന്നെ അറിയിക്കണേ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പുതിയ വീഡിയോസൊക്കെ ഇട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്